പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രതി തൂങ്ങി മരിച്ചു. ആലപ്പുഴ സ്വദേശിയാണ് മരിച്ചത്. ജയിൽ കോമ്പൗണ്ടിനകത്തുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഗുഡ് ആഫ്റ്റർനൂൺ. പൂജപ്പുരയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ജയിലിലുള്ള തടവുകാർക്ക് ഇത്തരത്തിലുള്ള കയറ് അല്ലെങ്കിൽ തുണി അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ പ്രതി എങ്ങനെയാണ് തൂങ്ങി മരിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റാരും ഉണ്ടായിരുന്നില്ലേ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഈ പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ കോടതി ശിക്ഷിച്ച, അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം, അതും ഒരു കൊലപാതക കേസാണ്, കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷിച്ച പ്രതിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരിദാസ് എന്നാണ് ഇയാളുടെ പേര്. രാവിലെ അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇന്ന് രാവിലെ 7:30 ജോലിക്കായി കയറിയ ഇയാളെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കൂടെയുള്ള ആളുകൾ പിന്നീടാണ് കാണുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ പ്ലാസ്റ്റിക് കയർ, അതായത് പ്ലാസ്റ്റിക് പാക്കിംഗ് കയറിലാണ് തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും പ്ലാസ്റ്റിക് പാക്കിംഗ് കയറിലാണ് ഇയാളെ തൂങ്ങി നിന്ന നിലയിൽ കണ്ടെത്തിയത്. കൂടെയുള്ള ആളുകളാണ് പിന്നീട് ഇയാളെ കാണുന്നത്. ഉടൻ തന്നെ ഈ ജയിൽ അധികൃതരുമായി വിവരം അറിയിക്കുകയായിരുന്നു. അശ്വതി, ഈ മരണവുമായി ബന്ധപ്പെട്ട ജയിൽ അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി പോലീസിന് സംശയമുണ്ടോ? നിലവിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും പോലീസ് അനുമാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അന്വേഷണം, അതായത് പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. പ്രധാനമായും ഇയാൾ തൂങ്ങാൻ ഉപയോഗിച്ചത് പ്ലാസ്റ്റിക് പാക്കിംഗ് കയറാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഇയാൾ കുറച്ചു നാളായി ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലൊരു അതായത് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. അശ്വതി, അന്വേഷണം നടക്കുന്നു. വ്യക്തമാണ്. എന്തായാലും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പ്രതി.